എല്ലാവർക്കും നമസ്കാരം. ആ, അതുപോലെ തിരുക്കുറളിന്റെ 98-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തില് നമ്മൾ ഡിഗ്നിറ്റി, മഹത്വം, പെരുമൈ എന്ന് പറഞ്ഞൊരു വിഷയമാണ് അധികാരം 98-ന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും ഈ സായങ്കല വയലയിൽ നമസ്കാരം പറയുന്നുണ്ട്. നമ്മുടെ തിരുക്കുറളുടെ 98-ാം അധികാരമാണ് തമിഴില് പെരുമൈ. ഒളി ഒരുവർക്ക് ഉള്ള വെറുക്കை ഇനി ഒരുവർക്ക് அகதி இறந்து வாழ்தும் எனல். அதாவது ஒருவனுக்கு ஒளி ஊக்க மிகுதியே ஆகும். ஒருவனுக்கு இழிவு அந்த ஊക്കം ഇല്ലാമലേ ഉയർ വാഴാം എന്ന് എണ്ണുതലാണ്. ഇവിടെ ഒളി എന്ന് പറയുന്നത് പെരുമ അല്ലെങ്കിൽ മഹത്വമാണ് വളരെ ഉദ്ദേശിക്കുന്നത്. ഈ മലയാളത്തോട് ഞാൻ പോവാം. പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുക, ബഹുജന ദൃഷ്ടിയിൽ മാന്യമായും പ്രകീർത്തിക്കുമാറും ജീവിക്കുക, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒന്നും കൈയടക്കി വെക്കാതിരിക്കുക. ഇതൊക്കെയാണ് മഹത്വത്തിലേക്കുള്ള ഉയർത്തുന്ന കാര്യങ്ങൾ. നിന്ന നിൽപ്പിൽ നിന്ന് താഴാതിരിക്കുക എന്നത് അത്ര അഭിമാനം, അവിടെ നിന്ന് ഉയരുന്നത് മഹത്വവും. അതായത് നിന്ന നിൽപ്പിൽ നിന്ന് താഴാതിരിക്കുക എന്നതത്രയും അഭിമാനം, അവിടെ നിന്ന് ഉയരുന്നത് മഹത്വവും. അടുത്തത് ഒളി ഒരുവർക്കുള്ള വെറുക്കை. അതില് ഒരു വർക്ക് എന്നുള്ളത് രണ്ടാമത്തെ വാക്ക് അത് എടുക്കണം. ഒരു വർക്ക്, ഒരുവന്. ഇവിടെ ഒളി എന്ന് പറഞ്ഞ സാധനയില് ഒളി എന്ന് പറഞ്ഞാല് വെളിച്ചമാണ്. ഇവിടെ ഈ ഒളി എന്ന് പറയുന്നത് അവന്റെ പേരിന് ചുറ്റും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന പ്രഭാവലയം എന്ന് പറയാം, അല്ലെങ്കിൽ മഹത്വം എന്നത്. ഇവിടെ ഒളി എന്നുള്ള വാക്കിന് മഹത്വം എന്നതാണ്. ഇനി അടുത്തത് ഉള്ളവർക്ക്, മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന മനഃശക്തിയാകുന്നു. അത് ഒരുവന് മഹത്വം എന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന മനഃശക്തിയാകുന്നു. അടുത്തത് ആദ്യത്തെ വരിലെ അവസാനത്തെ വാക്ക് ഇളി. ഒളി, ഇളി. അവിടെയും എന്താ പറഞ്ഞാല് പ്രാസം ഒപ്പിച്ചാണ് കവി പറയുന്നത്. അതിന് കളങ്കമാവുന്നത്, ഇളി എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നത് എന്നുള്ളതില്. അകതിറന്ത് ആ മനഃശക്തി നഷ്ടപ്പെട്ട് കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി വാഴ്തും എന്നാൽ എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന വിചാരം. അതാണ് ആദ്യത്തെ കുറിൽ. മഹത്വം ഉള്ളവർക്കും മഹത്വം ഇല്ലാത്തവർക്കുമുള്ളൊരു വ്യത്യാസം ആദ്യം തിരുക്കുറൾ വഴി തിരുവള്ളുവർ നമുക്ക് ബോധിപ്പിച്ചു തരുന്നുണ്ട്. അത് അന്യർക്ക് അപ്രമമായ കാര്യങ്ങൾ ധീരമായും മാതൃകാപരമായും ചെയ്യാനുള്ള ദൃഢമായ തീരുമാനവും അതിനുള്ള മനഃശക്തിയും ഒരുവന് ഉണ്ടാകുന്ന പക്ഷം അത് തന്നെയാണ് മഹത്വം. വളരെ ലഘുവായിട്ട് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിക്ക് ഒരാൾക്ക് അയാളുടെ പ്രവൃത്തി കൊണ്ട് ഉന്നതിയിലേക്ക്, മഹത്വത്തിലേക്ക് എത്താം എന്നുള്ളതിനാണ് തിരുവള്ളുവർ ഇങ്ങനെ പറയുന്നത്. ആ ഇച്ഛാശക്തി ഉള്ളവന് ഏത് പ്രതിസന്ധിയെയും കീഴടക്കി വിജയം വരിക്കാം. അത്തരമൊരു മനോബലം ഇല്ലാത്ത ഒരുവന്റെ ജീവിതം തികഞ്ഞ പരാജയമാകുന്നു. ഓവർ. എല്ലാവർക്കും സ്വാഗതം. വെള്ളിയാഴ്ച പതിവ് പോലെ നമ്മൾ എത്തിയിരിക്കുന്നു. തിരുക്കുറൾ കേൾക്കുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാനൊക്കെയുള്ള ഒരു വിശേഷപ്പെട്ട ദിവസമായി ഓരോ വെള്ളിയും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മലയാള മണ്ണിന്റെ ഒരു സവിശേഷത. 98-ാമത്തെ അധ്യായം പെരുമൈ എന്നാണ് തമിഴിൽ. മഹത്വം എന്ന് അതിനെ മലയാളത്തിൽ പറയുന്നു. ഡിഗ്നിറ്റി എന്നോ ഗ്രേറ്റ്നെസ് എന്നോ ഒക്കെ ഇംഗ്ലീഷിലും അതിനെ വിശേഷിപ്പിക്കാം. ഇൻട്രൊഡക്ഷൻ.
മഹത്വം നമ്മുടെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കുന്നു. അത് ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നത് അപമാനകരമാണ്. തന്റെ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ അഭിമാനപൂർവം ജീവിക്കുന്നതാണ് ഒരുവന്റെ യഥാർത്ഥ മഹത്വം അല്ലെങ്കിൽ പ്രകാശം, ഒളി. എന്നാൽ ആ അന്തസ്സ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതി അധപ്പതിച്ച് ജീവിക്കുന്നത് പ്രസ്തുത കുടുംബത്തിന് അപമാനകരമാണ്. എല്ലാ ജീവജാലങ്ങളും തുല്യരായി ജനിക്കുന്നു. വേർതിരിവ് തൊഴിലിലുള്ള വ്യത്യാസങ്ങളോടെയാണ് വരുന്നത്, അഥവാ പ്രവൃത്തികളിലൂടെ. ഉയർന്ന സ്ഥാനത്തോ പദവിയിലോ ഇരുന്നാലും മികച്ച സദ്ഗുണങ്ങളില്ലാത്തവർ ഒരിക്കലും ഉത്തമന്മാരോ മഹത്തുക്കളോ ശ്രേഷ്ഠരോ ആകില്ല. അതുപോലെ താഴ്ന്ന നിലയിലാണെങ്കിലും നല്ല സ്വഭാവവും ഉയർന്ന ചിന്തയുമുള്ളവർ ഒരിക്കലും അധമന്മാരുമല്ല. കുറച്ചു കാലം മുമ്പ് നമ്മളെ ഈ വാട്സപ്പില് ഈ തൂപ്പ് ജോലി ചെയ്ത് വിരമിച്ച ഒരു സ്ത്രീയെ ആ ഓഫീസിലെ വളരെ വലിയ ആദരവും സ്വീകരണവും നൽകി നന്ദി പറഞ്ഞ് യാത്രയാക്കിയത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതായത് ഒരാളുടെ മഹത്വം അയാളുടെ സ്ഥാനത്തിലല്ല, മറിച്ച് അയാളുടെ ഗുണങ്ങളിലാണ്. സദ്ഗുണമുള്ള സ്ത്രീകളെ പോലെ മഹത്വം നിലനിൽക്കുന്നു. സ്ത്രീയെ പൊതുവെ ശാലീനയും സുന്ദരിയുമൊക്കെയായി വിവക്ഷിക്കുന്നത് കൊണ്ടാകാം അങ്ങനെ ഒരു ഉപമ പറഞ്ഞു വയ്ക്കുന്നത്. അതിന്റെ ഗുണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടുവേണം. മഹത്വം ലഭിച്ചിട്ടുള്ളവർ സാധാരണമല്ലാത്ത, അതായത് ധാർമ്മികതയ്ക്ക് നിരക്കുന്ന അസാമാന്യമായ പ്രവൃത്തികൾ ചെയ്യുന്നവരും ആയിരിക്കും. എല്ലാവരെയും പോലെ ഈ കൂട്ടത്തിൽ പാട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ പൂട്ടോ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയല്ല. അവരുടെ പ്രവൃത്തി സമൂഹത്തിൽ വേറിട്ട് നിൽക്കും. 971 കുറൽ മാത്രമായി ചിന്തിക്കുമ്പോൾ ഒളി ഒരുവർക്ക് ഉള്ള വെറുക്കൈ, ഇളി ഒരുവർക്ക് അതിറന്ത് വാഴും എനൽ. മഹിമ ഒരാൾക്കു മനഃശക്തി, പതിതത്വ മതൊഴിഞ്ഞു വാഴും വിചാരം. ഒരാളുടെ മഹത്വം അയാളുടെ മാനസിക കഴിവാണ്. അയാളുടെ മോശം എന്നത് ഈ മഹത്വമില്ലാത്ത, മാനസിക കഴിവില്ലാതെ ജീവിക്കുന്നതാണ്. മനക്കരുത്തോടെ വാഴും ജീവിതം താൻ മഹത്വമാം ജീവിച്ചാൽ മതി എന്നായാൽ മാന്യതയ്ക്കത് ചേർന്നിടാ. ഇങ്ങനെ ലഘുവായി കവി പാടിയും വയ്ക്കും. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. The Tirukkural, composed by the ancient Tamil poet philosopher Thiruvalluvar, is a masterpiece of world literature containing 1330 couplets
organized into 133 chapters. It serves as a universal guide to daily morality, focusing on the core pillars of virtue, wealth, and love. Chapter 98 is dedicated to Perumai, which translates to greatness or the true nobility of the human spirit. Thiruvalluvar explains that genuine greatness is not determined by birth or status, but by a person's inner worth, humility, and high moral character. Ultimately, this chapter emphasizes that the true great elevate themselves through noble deeds while guarding their character against any trace of vanity or pride. Quran 971. Good of one is his mental capacity, bad of him is living without it. This profound thought from couplet 971 mirrors the Puranic story of King Harishchandra, whose true greatness lay in his unyielding moral resolve rather than his royal status. To test his integrity, the sage Vishwamitra tricked the king into donating his entire kingdom and wealth, stripping him of his material power overnight. Reduced to working as a low-status graveyard caretaker and separated from his family, Harishchandra lost everything that the world associated with external majesty. Yet, even when facing the tragic duty of executing his own wife for a crime she didn't commit, his inner mental capacity to distinguish right from wrong never faltered. He refused to abandon truth and righteousness for personal comfort, proving that his nobility was an inseparable part of his character rather than his crown. By choosing moral alignment over a compromised life, he demonstrated that a person's ultimate good is their steadfast conscience, whereas living without it reduces even a king to nothing. Thank you. Over. തിരുക്കുറൾ 972 ഇത് ഏറ്റവും മനോഹരമായ, എല്ലാവർക്കും വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു കുറളാണ്. ഇതൊക്കെ ഞങ്ങൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ പാഠപദ്ധതികളിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് കാരണം മനസ്സിൽ നിന്ന് പതിച്ചു കിടക്കുന്ന ഒരു തിരുക്കുറളുമാണ്. പിറപ്പ് ഒക്കും എല്ലാ ഉയർക്കും ചിറപ്പ് ഒവ്വ ചെയ് തൊഴിൽ വേറ്റുമയാണ്. എല്ലാ ഉയർക്കും പിറപ്പ് ഒരു തന്മയാനതേ, ആയിനും ചെയ്ഹിന്റെ തൊഴിലുകളിൽ ഉയർവ് താഴ്വ് വേറുപാടുകളാൽ ചിറപ്പിയൽബ് ഒത്തിരുപ്പതില്ലേ. കാരണം വളരെ പ്രശസ്തമായതും വളരെ ലഘുവായുമായ ഒരു ഖുർആൻ. ഇനി ഞാൻ മലയാളത്തിലോട്ട് പറയാം. പിറപ്പൊക്കും എല്ലാ ഉയർക്കും, അതില് ആദ്യം രണ്ടാമത്തെ വാക്ക് എല്ലാ ഉയർക്കും, അതായത് ഈ ലോകത്തിലുള്ള സർവമാന ജനങ്ങൾക്കും. ആദ്യത്തെ വാക്ക് പിറപ്പ്, പൊതുവായ ജനനം എന്നത് ഒക്കും ഒന്നുപോലെ തന്നെ, അതായത് സർവമാന ജനങ്ങൾക്കും ജനനം ഒന്നുപോലെ തന്നെ. എന്നാൽ ആദ്യവരിലെ അവസാനത്തെ വാക്കിൻ്റെ ചിറപ്പ്, മഹത്വം അല്ലെങ്കിൽ ലഘുത്വം
എന്നൊക്കെയുള്ള വ്യത്യാസത്താൽ അറിയപ്പെടുന്ന സ്ഥാനമേന്മ. ആദ്യമുള്ള അവസാനത്തെ വാക്ക് ഒവ്വ, ഒന്നുപോലെയാകുന്നില്ല. അത് ഏതിനെ പോലെ എന്ന് വെച്ചാല്, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാല്, ചെയ് തൊഴിൽ, രണ്ടാമത്തെ തൊഴിൽ ആദ്യത്തെ വാക്ക്, ചെയ് തൊഴിൽ, ചെയ്യുന്ന കർമ്മങ്ങളുടെ വേറ്റുമയാൽ, വ്യത്യസ്തമായാൽ മഹത്വത്തിന്റെ തോതും വ്യത്യസ്തമായിരിക്കുന്നു. അതായത് ജനനം കൊണ്ട് എല്ലാ പേരും ഒരുപോലെയാകുന്നു, എന്നാൽ കർമ്മം കൊണ്ട് അവർക്ക് വ്യത്യാസം വരുന്നു. ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് മഹത്വം ഉണ്ടാകുന്നു. നന്മ ചെയ്യുന്നവർക്ക് മഹത്വം ഉണ്ടാകുന്നത് പോലെ തിന്മ ചെയ്യുന്നവർക്ക് അധപതനവും സംഭവിക്കുന്നു. ജന്മം കൊണ്ടൊരു മൊപ്പം മഹത്വമോ കർമ്മം കൊണ്ടത്രയോ ഭിന്നം. കവി രമേശൻ നായരും വളരെ നന്നായിട്ട് അത് തർജ്ജമ ചെയ്ത് പറയുന്നുണ്ട്. ജന്മം കൊണ്ട് എല്ലാവരും ഒപ്പം, എല്ലാവരും ജന്മം കൊണ്ട് ഒരേപോലെയാണ്. പക്ഷേ മഹത്വമോ കർമ്മം കൊണ്ടെത്രയോ ഭിന്നം. ഓവർ. Good evening to all. Tirukkural, Part 2, 12th section. Chapter 92, Perumai, Greatness. In this chapter, ancient sage Thiruvallur explains the intrinsic traits of true greatness. Kural 972. പിറപ്പൊക്കും എല്ലാ ഉയർക്കും ചിറപ്പൗവ ചെയ്തൊഴിൽ വേറ്റുമായി യാൻ. ജന്മം കൊണ്ട് എല്ലാവരും ഒപ്പം മഹത്വമോ കർമ്മം കൊണ്ട് എത്രയോ ഭിന്നം. By birth all are equal, but varies in dignity as per difference of deeds. It is a profound couplet on human equality and the true measure of a person. Core meaning and explanation. Equality of birth. Thiruvallur asserts that at birth all human beings are fundamentally equal. No one is inherently superior or inferior simply by virtue of their lineage, caste, or family background. Distinction through action. A person's true greatness, character, and worth are determined not by how they are born, but by what they do. It is through their individual efforts, ethical conduct, and constructive deeds that individuals distinguish themselves from one another. This Quran is a powerful meditation of human equality, stating that all people are equal by birth, but their true worth is determined entirely by their actions and character. Thank you. Over, sir. ഓക്കെ. ഖുറാൻ 973. മേൽ ഇരുந்துം മേൽ അല്ലാർ കീഴിരുந்துം കീഴല്ലാർ കീഴല്ലവർ. നല്ല പ്രാസം ഒപ്പിച്ചുള്ള ഒരു ഖുറാനാണത്. മേൽ നിലയിൽ ഇരുന്നാലും മേന്മപ്പண்பு ഇല്ലാത്തവർ മേലാനവർ അല്ല. മേലിരുന്നും മേലല്ലാർ. കീഴ്നിലയിൽ ഇരുന്നാലും ഈ ഗുണം ഇല്ലാത്തവർ കീഴ്മക്കളല്ല. നേരത്തെ നമ്മുടെ ജോർജ് സാർ പറഞ്ഞതിന്റെ അതേ തോട് ഒപ്പിച്ചാണ് ഇതും പറയുന്നത്. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് മേലല്ലാർ, അത് മേൽത്തട്ടിൽ അല്ല എന്നുള്ളതാണ് എളുപ്പത്തിൽ പറയുന്നത്. മേൽ അല്ലാർ അഭികാമ്യമായ കർത്തവ്യങ്ങളെ ചെയ്ത് ആദരം പിടിച്ചു പറ്റുവാൻ കഴിയാത്ത ചെറിയവർ. അടുത്ത വാക്ക് ചെറിയവർ. മേലിരുന്നും എത്ര ഉയർന്ന നിലയിൽ കഴിഞ്ഞാലും അവർ മേലല്ലർ, അവർ ഉന്നതന്മാരാകുന്നില്ല.
അത് നല്ല കർത്തവ്യങ്ങൾ ചെയ്യാത്തവർ എത്ര ഉന്നത സ്ഥാനത്തിൽ ഇരുന്നാലും അവർ ഉയർന്നവർ അല്ല. അത് ഉന്നതന്മാരാകുന്നില്ല. അത് മഹത്വം ധനസ്ഥിതി കൊണ്ടോ വീണു കിട്ടുന്ന താൽക്കാലികമായ പദവി കൊണ്ടോ ആർഭാട പ്രകടനം കൊണ്ടോ ഉണ്ടാകുന്നില്ല. മറിച്ച് അതേപോലെ തന്നെ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കീഴല്ലവർ മാതൃപരമായ കർത്തവ്യങ്ങൾ ചെയ്ത് മഹത്വം ആർജിക്കുന്നവർ കർമ്മധീരന്മാർ. കീഴിരുന്നും താഴേക്കിടയിലാണ് ഇരിക്കുന്നത് എന്ന് വരികിലും അവർ കീഴല്ല, അവർ യഥാർത്ഥത്തിൽ താണവരല്ല. അതായത് അധമന്മാരായിട്ടുള്ളവർ സന്ദർഭവശാൽ വളരെ ഉയർന്ന നിലയിൽ വാണരുന്നു എങ്കിലും അവർ യഥാർത്ഥത്തിൽ ഉയർന്നവരല്ല. അധമത്യം അവരുടെ കൂടപ്പിറപ്പാകിയാൽ അതുകൊണ്ട് തന്നെ വൈകാതെ അവർ പൂർവസ്ഥിതി പ്രാപിച്ചുകൊള്ളും. അതുപോലെ സന്ദർഭവശാൽ താന്നു പോകേണ്ടി വന്നാലും ഉത്തമന്മാർ യഥാർത്ഥത്തിൽ താന്നവരല്ല. ജന്മസിദ്ധമായ സ്വഭാവ മഹത്വം കൊണ്ട് അവർ ആ ഘട്ടം ധരണം ചെയ്ത് വീണ്ടും ഉന്നതിയെ പ്രാപിച്ചുകൊള്ളും. മേൽത്തട്ടിലാകിലും മേലെ അല്ല, അധമന്മാർ താഴ്ത്തട്ടിലും ഉത്തമർ താഴ. ഓവർ. ഹലോ മോഹനമാം പ്രൊഫസർ. അൺമ്യൂട്ട് ചെയ്യണം. മലയാളം പറഞ്ഞു. സാർ രണ്ടും കൂടി സാർ പറഞ്ഞു. Okay, sir. Quran 973. At high position, those lacking greatness are not high, though at low position, if lower qualities are absent, they are not low. This profound couplet is perfectly illustrated by the biblical story of King Saul and the young shepherd boy David. King Saul held the highest position in Israel, yet when the giant Goliath challenged his army, Saul shrank in fear and lacked the inner greatness required of a true leader. In contrast, young David held the lowest status as a mere shepherd boy, but his heart was entirely free of cowardice, greed, or lower qualities. While the king and his heavily armored generals trembled in their tents, David stepped into the battlefield with nothing but a sling and absolute faith. David's victory proved that a high title cannot mask a small spirit, just as a humble position cannot diminish a noble soul. Ultimately, God removed the crown from Saul due to his inner failures and bestowed it upon David, demonstrating that true height belongs only to those with greatness of character. Over. തിരുക്കുറൾ 974. ഒരുമൈ മകളിരെ പോലെ പെരുമയും തന്നെത്താൻ കൊണ്ടൊഴുകിൻ ഉണ്ട്. തിരുവള്ളുവർ അടുത്ത് വീണ്ടും ആ മഹത്വത്തെക്കുറിച്ച്, അത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് വരേണ്ടതെന്ന് കുറിച്ചും അതിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതൊരു ചാരിത്രമുള്ള ഒരു സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ കമ്പയർ ചെയ്ത് പറയുന്നത്. ഒരുമൈ തന്മയാണ് കற்பുடைய മകളിരെ പോൽ പെരുമൈ പണ്ടും ഒരുവൻ തന്നെത്താൻ കാത്തുകൊണ്ട് നടന്നാൽ ഉള്ളതാകും. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഒരുമൈ എന്ന് പറയുമ്പം ഏക മനസ്സായി
ചാരിത്രം കാത്ത് കഴിയുന്ന മഹിളമാരെ പോലെ ആദ്യത്തിലെ അവസാനത്തെ വാക്ക് പെരുമയും മഹത്വവും, രണ്ടാമത്തെ ആദ്യത്തെ വാക്ക് തന്നെ താൻ സ്വയം കൊണ്ടൊഴുകിൻ, അതിന് ഊനം വരാതെ കാത്തു ജീവിക്കുകയാണെങ്കിൽ ഉണ്ട്, അവന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് ഏകമനസ്സായി ചാരിത്രം കാത്തു കഴിയുന്ന മഹിളമാരെ പോലെ മഹത്വവും സ്വയം ഊനം വരാതെ കാത്തു ജീവിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. മഹത്വം എന്നത് മറ്റാരെങ്കിലും സമ്പാദിച്ചു കൊടുക്കേണ്ട ഗുണമല്ല. അത് സംരക്ഷിക്കുവാനും മറ്റാരെങ്കിലും സഹായിക്കുക എന്ന പദ്ധതിയും നിൽക്കത്തക്കതല്ല. സ്ത്രീകൾ സ്വന്തം മനോബലം കൊണ്ട് ദൃഢമായി പോറ്റി വളർത്തി പരിപാലിക്കുന്ന ചാരിത്രം എന്ന മഹനീയ ഗുണം പോലെ മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വന്തം നിലയ്ക്ക് അവനവനെ തന്നെ മനോവാക്കർമ്മങ്ങളാൽ ശുദ്ധീകരിച്ച് കാക്കുന്നതിലെ മഹത്വവും നിലനിൽക്കും. മങ്കമാർ ചാരിത്രം എന്ന പോൽ മഹിമയും തങ്ങൾ താൻ കാക്കുവോർക്കുണ്ടാം എന്ന് രമേശൻ നായരും ധർമ്മം ചെയ്തിട്ടുണ്ട്. മങ്കമാർ ചാരിത്രം എന്ന പോൽ മഹിമയും തങ്ങൾ താൻ കാക്കുവോർക്കുണ്ടാം. ഓവർ. ഉറൾ 974. ഒരുമയും മകളിരെ പോലെ പെരുമയും തന്നെത്താൻ കൊണ്ടൊഴുകുന്നു. മങ്കമാർ ചാരിത്രം എന്ന പോൽ മഹിമയും തങ്ങൾ താൻ കാക്കുവോർക്കുണ്ടാം. മാനസ ചാഞ്ചല്യമില്ലാത്ത സാക്ഷി പോൽ തന്നെത്താൻ കാത്തിടിൽ ഉത്കൃഷ്ടമേറിടും. എന്നുവെച്ചാൽ ഒരു പതിവ്രത തന്റെ ചാരിത്രം എങ്ങനെയാണോ മഹത്വം, അവരുടെ ആ ചാരിത്രം എന്ന മഹത്വം കാക്കുന്നു, അതുപോലെ മനചാഞ്ചല്യമില്ലാതെ കർത്തവ്യനിഷ്ഠരായി കഴിയുന്നവരാണ് ഉത്കൃഷ്ടർ. കർത്തവ്യബോധത്തോടുകൂടെ ജീവിക്കുന്നവരാണ് ഉത്കൃഷ്ടർ. അതിലാണ് അവരുടെ മഹത്വം തെളിയിക്കുന്നത്. ഒരേ മനസ്സോടെ ചാരിത്രം സൂക്ഷിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ പോലെ ഒരുവൻ തന്നിലെ മഹത്വത്തെയും കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ അയാൾക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അവൾ അവളെയും അവൻ അവനെയും എന്ന തത്വം സൂക്ഷിക്കണം. മഹത്വം നിലനിർത്താൻ അതാണ് അത്യന്താപേക്ഷിതമായ വസ്തുക്കൾ. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത മേന്മയുള്ള കാര്യങ്ങൾ അതിൻ്റെതായ മാർഗം കണ്ടറിഞ്ഞ് ചെയ്യുക. താങ്ക് യു. ഓവർ. കുറൾ 974. ഒരുമൈ മകളിരെ പോലെ പെരുമയും തന്നെത്താൻ കൊണ്ടൊഴുകിൻ ഉണ്ടു. മങ്കമാർ ചാരിത്രമെന്ന പോൽ മഹിമയും തങ്ങൾ താൻ കാക്കുവോർക്കുണ്ടാം. If self-preservation is there, like woman of holding resolute chastity, reputation comes to man. This Quran is a profound couplet that compares true greatness to the unyielding virtue of chastity. It emphasizes that true greatness is not inherited but requires constant self-discipline and unwavering commitment to one's own integrity. It implies that true greatness is fragile and demands the same absolute dedication to protect. It underscores that an individual's reputation and greatness are entirely dependent on personal choices and self-control. Over, sir. Thank you. ഉറൾ 975. பெருமை உடையவர் ஆற்றுவார் ஆற்றின் அருமை உடைய செயல். பெருமை பண்பு உடையவர் செய்வதற்கு அருமையான செயலை செய்வதற்குரிய நெறியில்
ചെയ്ത് മുടിക്ക വല്ലവർ ആവാർ. ഇനി ആ മഹത്വം ഉള്ളവരുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തത് കവി പറയുന്നത്. അതായത് പെരുമയുടേവർ, ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. മഹത്വമാർന്ന ആളുകൾ തങ്ങളുടെ പരിമിതികളെ ചൊല്ലി മടിച്ചു നിൽക്കാതെ, രണ്ടാമത്തെ വരിയിലെ ആദ്യ വാക്ക്. അരുമയുடைய, മറ്റുള്ളവർക്ക് ചെയ്യാൻ പ്രയാസമുള്ള പ്രവൃത്തികൾ പോലും. എന്നിട്ട് ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കാണ് ആറ്റിൻ, അവയുടെ മാർഗം കണ്ടറിഞ്ഞ്. ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് ആറ്റുവാർ, ചെയ്തു തീർക്കും. അതായത് മഹത്വമാർന്ന ആളുകൾ തങ്ങളുടെ പരിമിതികളെ ചൊല്ലി മടിച്ചു നിൽക്കാതെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പ്രയാസമുള്ള പ്രവർത്തികൾ പോലും അവയുടെ മാർഗം കണ്ടറിഞ്ഞ് ചെയ്തു തീർക്കും. മഹത്വമുള്ളവർക്ക് ഒരു കാര്യവും അപ്രാപ്യമല്ല. മറ്റുള്ളവർക്ക് ഏറ്റെടുക്കാനും ചെയ്തു തീർക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും മഹത്തായ ഇച്ഛാശക്തിയും സമർപ്പണ ബോധവും കൊണ്ട് അവർ ചെയ്തു തീർക്കുന്നു, ലക്ഷ്യം കൈവരിക്കുന്നു. മഹിമയാർന്നോർ ചെയ്തു തീർക്കുന്നു, തീർക്കുവാൻ അരുതായ കർമ്മങ്ങൾ പോലും എന്ന് കവി രമേശ് നേരെ അതിന്റെ ധർമ്മം ചെയ്യുന്നുണ്ട്. മഹിമയാർന്നോർ ചെയ്ത് തീർക്കുന്നു, തീർക്കുവാൻ അരുതായ കർമ്മങ്ങൾ പോലും. ഓവർ. குறள் 975. பெருமை உடையவர் ஆற்றுவார் ஆற்றின், அருமை உடைய செயல். മഹിമയാർന്നോർ ചെയ്തു തീർക്കുന്നു, തീർക്കുവാൻ അരുതായ കർമ്മങ്ങൾ പോലും. Men of great quality accomplish hard tasks in proper way. This Quran highlights our unwavering capability and determination of truly great individuals to accomplish extraordinary goals, even when faced with adversity. Great souls will, in the proper way, perform even those deeds that are rare and difficult to achieve. Core idea. True greatness is defined by resilience and skill. When faced with a challenging task that would stump an ordinary person, great individuals plan correctly, apply the right methods, and successfully see the job through to the end. Thank you. Over. ഖുറൾ 976. சிறியார் உணர்ச்சியுள் இல்லை, பெரியாரை பேணി കൊള്ളുകയും എന്നും നോക്ക്. അതായത് പെരിയാരെ വിരുമ്പി പോറ്റുவோம் എന്നും ഉയർന്ന നോക്കം അവരുടെ சிறப்பை ഉണരാതെ സിറിയോരിൻ ഉണർച്ചിയിൽ ഇല്ലേ. ഇനി അവനവന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മഹത്വമാർന്ന കാര്യങ്ങൾ, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നിരിക്കെ തന്നെ അത് ചെയ്യുന്നവരെ ഒന്ന് മതിക്കണം അല്ലെങ്കിൽ അവരെ വണങ്ങണം എന്നുള്ള ആ സ്വഭാവം പോലും മറ്റവർക്ക് ഇല്ല എന്നുള്ളതാണ് കവി പറയുന്നത്. അത് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ്. ഇത് പറയാം. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പെരിയാരൈ, അത് മഹാത്മാക്കളെ പേണി. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് അർഹമാം വണ്ണം ബഹുമാനിച്ച്. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ആ ലൈൻ കൊള്ളുകയും എന്നും അവരുടെ അനുകരണീയമായ സദ്ഗുണങ്ങളെ നമുക്കും പിൻപറ്റാം എന്ന. രണ്ടാമത്തെ അവസാനത്തെ വാക്ക് നോക്കൂ. ഉദ്ദേശ്യം ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ചെറിയാർ, അധമന്മാർക്ക് ഉണർച്ചിയിൽ ഇല്ലേ, മനസ്സിൽ ഇല്ലേ, ഉണ്ടാകുന്നില്ല.
അതായത് അവൻ തന്നെ മഹത്വത്തിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എങ്കിൽ പോലും എന്നാൽ ആ ഗുണമുള്ള സദ്ഗുണ ആളുകളെ അനുകരിച്ച് അവരെ പിന്തുടരാം എന്ന ഒരു ചിന്തയും അവരുടെ മനസ്സിലില്ല. അത് തിരിച്ചറിയാനുള്ള അറിവില്ല എന്നാണ് കവിയുടെ പറയുന്നത്. അതായത് അധപതനത്തിൽ നിന്ന് കരകയറാൻ ഒരിക്കലും താല്പര്യമില്ലാത്ത അധമന്മാർക്ക് മഹാത്മാക്കളെ ബഹുമാനിക്കണമെന്നോ അവരുടെ മാതൃകാപരമായ ജീവിതം അനുകരിക്കണമെന്നോ ഉള്ള തോന്നൽ ഉണ്ടാവുകയില്ല. അധന്മാർ, രമേശൻ നേരെ അത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, അധമന്മാർക്കില്ലതാണ് ഉദ്ദേശം ഗുണികളെ ബഹുമാനിച്ച് അനുകരിച്ചിടാൻ. ഓവർ. Pondering over greatness and acceptance of the great as Guru will not drawn to dullards. കുരൽ 976. ചെറിയാർ ഉൾച്ചിരിയുള്ളിലെ പെരിയാറെ പേണിക്കോൾ വേം എന്ന് നോക്ക്. കുരൽ 977. 977. இறப்பே புரிந்த தொழிற்கும் சிறப்பும் தான் சீர் அல்லவர் கட்படின். അതായത് சிறப்பு நிலையும் தனக்கு பொருந்தாத சீரற்ற கீழ் மக்களிடம் ஏற்பட்டால் வரம்பு மீறிய செயலை ഉടയതാകും. കുറച്ച് പ്രയാസമുള്ളൊരു ഇതാണ് കവി പറയുന്നത്. സിറപ്പും താൽക്കാലികമായ ഔന്നത്യവും ചീരല്ലവർക്കട്പടിൻ മനോനിയന്ത്രണമില്ലാത്ത അധമന്മാരിൽ ചേരുകയാണെങ്കിൽ ഇറപ്പേ പുരിന്ത് എല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ അതിസാഹസങ്ങൾ നിറഞ്ഞ തൊഴിറ്റാം അപകടങ്ങളെ വരുത്തി വയ്ക്കും അത്തരം പ്രവർത്തികളെ അവർ ചെയ്യും. അതായത് താൽക്കാലികമായ ഔന്നത്യവും ആ മനോനിയന്ത്രണവും ഇല്ലാത്ത അധമന്മാരിൽ ആ ഔന്നത്യം ചേരുകയാണെങ്കിൽ എല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ അപകടങ്ങളെ വരുത്തി വയ്ക്കുന്ന പ്രവൃത്തികളെ അവർ ചെയ്യും. കാര്യ വിവേചനം കൂടാതെ എന്തിലും അവിവേകവും അഹങ്കാരവും മൂലം എടുത്തു ചാടുന്ന അധമന്മാർക്ക് ഒരുപക്ഷെ ധനപരമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഔന്നത്യം ഉണ്ടാകുമെന്ന് വരികിൽ അത് കൂടുതൽ അപകടകരമാവുകയും ആകുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു എത്തും പിടിയും ഉണ്ടാവുകയില്ല. അന്യരെ ദ്രോഹിക്കാനും സ്വയം നശിക്കാനുമുള്ള ഭ്രാന്തമായ സാഹചര്യങ്ങളിൽ സാഹസികമായി എടുത്തു ചാടുകയും എല്ലാം കെടുക്കുകയും ആയിരിക്കും ഫലം. അതിരും കടന്നാകെ കെട്ടുപോവും ഔന്നത്യം അധമരിൽ ചേർന്നിടുമെങ്കിൽ. അതായത് ഈ ഔന്നത്യം വേണ്ടവർക്ക് ചെന്ന് ചേരാതെ അധമന്മാരിൽ ചെന്ന് ആ ഔന്നത്യം സന്ദർഭവശാൽ ചെന്ന് പെട്ടുപോയാൽ അതിനെ അവർ അതിര് കടന്നും പ്രവർത്തിച്ച് ഉള്ളതും പോലും എല്ലാമായി നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അതിരും കടന്നാകെ കെട്ടുപോവും ഔന്നത്യം അധമരിൽ ചേർന്നിടുമെങ്കിൽ. ഓവർ. കുരൽ 977. If excellence comes to those who do not deserve it, deadly go sprouts. കുരൽ 977. ഇറപ്പേ പുരുന്ത തൊഴിറ്റാം ചിറപ്പുന്താൻ ചീരല്ലവർക്കട്പടിൻ. കുരൽ 978. പണിയുമാം என்றும் പെരുമൈ ചെറുമൈ അണിയുമാം തന്നെ വേന്ത്. തിരുവള്ളുവർ വളരെ ലഘുവായിട്ട് ആ മഹത്വം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ മഹത്വം ഉള്ള ആൾക്കാരുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ള ആ ഒരു രൂപം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
പണിയുമാം എൻറ്റും പെരുമൈ. ആദ്യത്തെ വരെയല്ലേ മൂന്നാമത്തെ വാക്ക് പെരുമൈ, അത് മഹത്വക്കുള്ള ഗുണം. ആദ്യം വരെ രണ്ടാമത്തെ വാക്ക് എൻറ്റും, ഏത് അവസരത്തിലും. ആദ്യം വരില്ല ആദ്യത്തെ വാക്ക് പണിയും, വിനയപൂർവം ഒരുങ്ങി നിൽക്കുക എന്നതാണ്. അത് മഹത്വം ഉള്ള ആ മഹത്വം തന്നെ ഒരു ഗുണമായിട്ട് അല്ലെങ്കിൽ ഒരു അംശമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ മഹത്വം അത് മഹത്തുക്കളുടെ കയ്യിൽ വളരെ സുരക്ഷിതമായി അവിടെ പോയി ഇരുന്നോളൂ. അതാ പറഞ്ഞത്, മഹത്തുക്കൾക്കുള്ള ഗുണം ഏത് അവസരത്തിലും വിനയപൂർവ്വം ഒരുങ്ങി നിൽക്കുക എന്നതാണ്. മറിച്ച് ആദ്യത്തെ വരിയിൽ അവസാനത്തെ വാക്കാണ് ചിറുമൈ, അല്പന്മാരുടെ പാവം എന്നും എന്നും എപ്പോഴും തന്നെ വിയന്ത്, അവനവനെ തന്നെ ഉയർത്തി അണിയും പ്രശംസിച്ചു കൊണ്ടിരിക്കുക എന്നതുമാണ്. അത് വളരെ വിനയമുള്ള ആൾ മഹത്വം കാത്തു സൂക്ഷിക്കുകയും അത് പുറത്ത് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അല്പത്വമുള്ള ആള് അത് സ്വയം തന്നെ വിശേഷിപ്പിച്ച് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. മഹത്തുക്കൾ സ്വന്തം ചെയ്തികളുടെ വിജയത്തിലും സത്ഫലത്തിലും അഹങ്കരിക്കുകയില്ല. ഓരോ നന്മയിലും അവർ അധികം വിനയമുള്ളവരായി മാറിക്കൊണ്ടിരിക്കും. അതാണ് അവരുടെ സംസ്കാരം. എന്നാൽ അല്പന്മാരാവട്ടെ ചെറിയൊരു വിജയത്തിലും സ്വന്തം മിടുക്കിനെ സ്വയം പ്രശംസിച്ച് അഹങ്കരിക്കുകയും ചെയ്യുക. അത്രത്തോളം കൊണ്ട് അവരുടെ നന്മ നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്നും വിനീതം മഹത്വ അല്പത്വമോ തന്നെത്താൻ വാഴ്ത്തി പുകഴ്ത്തും എന്ന് കവി രമേശൻ നായർ വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് മഹത്വം എന്നാൽ എന്നും വിനീതം. ഒരു കാലഘട്ടത്തിലും അദ്ദേഹം ആ വിനീത സ്വഭാവത്തെ കൈവിട്ടു പോകുന്നില്ല. അല്പത്വമോ തന്നെത്താൻ വാഴ്ത്തി പുകഴ്ത്തും എന്ന് കവി പറയുന്നു. ഓവർ. കുറൾ 978. പണിയുമാം എൻറ്റും പെരുമൈ, ചിറുമൈ അണിയുമാം തന്നെ വിയന്തു, എന്നും വിനീതം മഹത്വമൽപത്വമോ തന്നെത്താൻ വാഴ്ത്തി പുകഴ്ത്തും. ഔന്നത്യമേറിയോരടങ്ങി നടന്നിടും, അല്പരായുള്ളവർ താനെ പുകഴ്ത്തും. എന്ന് വെച്ചാല് മഹത്തുക്കളുടെ ഗുണമാണ് വിനയം. മഹത്തുക്കളുടെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കും വിനയം. ഉന്നത നിലയെ പ്രാപിച്ചവർ അടങ്ങി നടക്കും. ഔന്നത്യമില്ലാത്ത അസാരന്മാർ ഉന്നതരാണെന്ന് നടിക്കും. സ്നേഹം, വിനയം, പരോപകാരം, മഹത്വ ഗുണം എപ്പോഴും വിനയത്തോടെ ഒതുങ്ങി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. താഴ്മയാണ് അത്യുന്നതി എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ മഹത്വ ഗുണം ആണ് വിനയം എന്ന് പറയുന്നതാണ് ഒരാളിന്റെ മഹത്വം. എന്നാൽ അല്പന്മാരാണെങ്കിലോ അവരുടെ സ്വഭാവം ഏത് അവസരത്തിലും ആത്മപ്രശംസ നടത്തുക എന്നുള്ളതാണ്. അല്പന്മാർ ഞാൻ വലുതാണ്, ആത്മപ്രശംസ നടത്തും. മഹത്വമുള്ളവർ മറ്റുള്ളവരോട് ആദരവോടെയും അല്ലാത്തവർ, അതായത് അല്പന്മാർ, മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യും. ഉത്കൃഷ്ടത എന്ന് പറയുന്നത് അഹംഭാവമില്ലാത്ത അവസ്ഥയാണ്. മഹത്വം എന്നതും അഹംഭാവമില്ലാത്ത ഗുണമാണ് എന്ന് തിരുക്കുറൾ പഠിപ്പിച്ചു തരുന്നു. വിനയമാണ് താഴ്മ വിനയമാണ് താഴ്മ. താങ്ക് യു. Quran 978. Greatness always remain polite. Lowness ever makes self-eulogy. Quran 979. 979 കുറളിൽ തിരുവള്ളുവർ വീണ്ടും പറയുന്നു. വളരെ അദ്ദേഹം ആദ്യം കഠിനമായിട്ട് പറഞ്ഞു വന്നെങ്കിലും അവസാനം വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് പറയുന്നത്. പെരുമൈ, ഈ ചാപ്റ്ററിന്റെ തലക്കെട്ടാണ് പെരുമൈ അല്ലെങ്കിൽ മഹത്വം. അത് എന്ത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് പറയണം. പെരുമൈ പെരുമിതം ഇന്മൈ എന്നൊരു മഹത്വം ഇല്ലാമ എന്താണെന്നുള്ളതാണ്. சிறுமை பெருமிதம் ஊர்ந்து விடல். பெருமை பண்பாவது
செருக்கு இல்லாமல் வாழ்தல். சிறுமையோ செருக்கே மிகுந்து அதன் எல்லைയിൽ നിന്ന് വിടുവതാകും. നമുക്ക് വേറെ ഒന്നും നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും ഈ തിരുക്കുറൾ, ഈ ഖുറാൻ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ വാക്ക് പെരുമൈ, മഹത്വം, അതായത് അർഹമായ അടിസ്ഥാനം ഉണ്ടെങ്കിൽ പോലും പെരുമിതം ഇന്മൈ, അതിനെ ചൊല്ലി അഹംഭാവം ഇല്ലാതിരിക്കുക എന്നതാണ്. മറിച്ച് ആദ്യമല്ല അവസാനത്തെ വാക്കാണ് ചെറുമൈ, അല്പത്വം, യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് വരികിലും പെരുമിതം, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഊർന്നു വിടൽ, അങ്ങേയറ്റം അഹംഭാവം പുലർത്തുക എന്നതുമാണ്. ഒരാൾക്ക് മഹത്വം ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് അതിനെ ചൊല്ലി അഹംഭാവം ഇല്ലാതെ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത എങ്കിൽ, മറ്റേ അല്പത്വമുള്ള ആളാണെങ്കിൽ അതിന്റെ അങ്ങേയറ്റത്ത് അതിർത്തിയിൽ നിന്നുകൊണ്ട്, അത് മുഴുവൻ അല്പത്വവും വഹിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഔന്നത്യമുള്ള സജ്ജനങ്ങൾ തക്ക കാരണം ഉണ്ടെങ്കിൽ പോലും ഒട്ടും അഹംഭാവം കാണിക്കുകയില്ല. മറിച്ച് അല്പന്മാർ മതിയായ കാരണം ഇല്ലെങ്കിൽ പോലും മതിമറന്ന് അഹങ്കരിക്കും. വിനയമാണ് മഹത്വത്തിന്റെ കൊടി എന്ന് അവർ അറിയുന്നേയില്ല. വിനയമാണ് മഹത്വത്തിന്റെ കൊടി എന്ന് അവർ അറിയുന്നേ ഇല്ല. മഹിമ അഹിംഭാവമില്ലായ്മ എന്ന് കവി രമേശ് നായർ രണ്ട് വാക്കിൽ പറയാണ്. എന്താണ് മഹത്വം എന്നുള്ളത്? മഹത്വം മഹിമ അഹംഭാവമില്ലായ്മ. അതേസമയം അല്പത്വം അഹം എന്ന ഒരു അമിതമാം ഭാവം, അഹംഭാവം, അഹം എന്നൊരു അമിതമായ അവസ്ഥയിൽ അതിന്റെ പേര് അല്പത്വവുമാണ്. ഓവർ. Quran 979. Sign of greatness is politeness, and that of meanness is excessive ego. Quran 979. പെരുമൈ പെരുമിതം, ഇന്മൈ ചെറുമൈ പെരുമിതം, ഊർത്തുവിടൽ. Quran 980. അറ്റം മറയ്ക്കും പെരുമൈ, സിറുമൈതാൻ കുറ്റമേ കൂറിവിടും. ഇനി ആ മഹത്വ ഗുണം ഉള്ളതിന്റെ ഒരു സവിശേഷത എന്താണ് എന്നാണ് കവി അത് പറയുന്നത്. അറ്റം മറയ്ക്കും പെരുമൈ, പെരുമൈ പണ്ട് പിറരുടെ കുറേപാട്ടെ മറയ്ക്കും. സിറുമയോ പിറരുടെ കുറ്റത്തെ എടുത്ത് ചൊല്ലിവിടും. നമ്മൾ തന്നെ നമുക്ക് ആ മഹത്വ സ്വഭാവം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആ കുറവ് എടുത്ത് നമ്മൾ പറയുകയില്ല. മറിച്ച് നമുക്ക് മഹത്വം ഇല്ലായ്മയാണ് നമ്മുടെ ഇതെന്നെങ്കിൽ മറ്റുള്ളവരുടെ കുറവും മറ്റും എടുത്തു പറയുന്ന ഒരു അവസ്ഥയായി വരുന്നുണ്ട്. അറ്റം മറയ്ക്കും പെരുമൈ, സിറുമൈതാൻ കുറ്റമേ കൂറിവിടും. മഹത്വങ്ങളുടെ ഗുണം അന്യരുടെ അപമാനകരമായ കുറ്റങ്ങളെ മറയ്ക്കുകയായിരിക്കും. അത് മറച്ചു വെക്കത്തുള്ളവര് മറ്റുള്ള കുറ്റങ്ങളെ കണ്ടില്ല എന്ന് നടിക്കും. കഴിയുന്നതും അവർക്ക് ഒരു ദോഷം വരാതെ നോക്കുക എന്നതായിരിക്കും. അല്പന്മാരുടെ സ്വഭാവം ആണെങ്കിലോ കുറ്റമേ കൂറിവിടും. അന്യർക്ക് ഇല്ലാത്തതായ കുറ്റം കുറവുകളെയും മാനഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങളെയും മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ്. ഓവർ. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഖുറാനാണ് തുടർന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഖുറാൻ 980. അറ്റം മറയ്ക്കും പെരുമൈ, ചിറുമൈതാൻ കുറ്റമേ കുറിവിടും. കുറ്റം മറയ്ക്കും മഹത്തുക്കൾ, അല്പന്മാർ കുറ്റമേ ചൊല്ല നിന്നിടും. മഹത്വം മറ്റുള്ളവരുടെ തെറ്റുകൾ മറയ്ക്കുന്നു, നീചത്വം മറ്റുള്ളവരുടെ തെറ്റുകൾ
മാത്രം എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. മഹത്താം ഗുണങ്ങളുള്ള ഉത്തമർ മറയ്ക്കും അപരദോഷങ്ങൾ. അല്പബുദ്ധികളോ കാട്ടുതീ പോൽ ഉയർത്തിപ്പിടിക്കും അപരദോഷങ്ങൾ. കൺക്ലൂഷൻ. നിസ്സാരർക്ക് അസാധാരണ പ്രവർത്തികൾ സാധിക്കുക ഇല്ല. ദീർഘവീക്ഷണം മഹാന്മാരെ പിന്തുടരാനും അനുകരിക്കാനും സഹായിക്കുന്നു. അർഹതയില്ലാത്തവർക്ക് ശ്രേഷ്ഠത കൈവന്നാൽ ആഡംബരപൂർണവും തരം താഴ്ന്നതുമായ പെരുമാറ്റം സംഭവിക്കുന്നു. മഹത്വത്തിന് എന്നേക്കുമായി വിനയഭാവമുണ്ട്. അല്പത്വം മായയിൽ മുഴുകുന്നു. മഹത്വം അഹങ്കാരമില്ലാത്തതാണ്. അല്പത്വം പൊങ്ങച്ചം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹത്വം മറ്റുള്ളവരുടെ പരാജയങ്ങളെ മറയ്ക്കുന്നു. അല്പൻ അത് ഏറ്റുപാടുകയും സദാ വിലപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത്യധികം മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ കേട്ടത്. ഒരുപക്ഷെ മിക്കവാറും ആളുകളെ വല്ലാതെ അലട്ടുന്ന ഒരു വിപത്താണിത്. എന്നാൽ ആരും സ്വയം എനിക്ക് മഹത്വം ഇല്ല എന്ന് വിളിച്ചു പറയാനൊന്നും തയ്യാറല്ല. പക്ഷേ 3 ആളുകൾ കൂടുമ്പോൾ അവിടെ സന്നിഹിതനല്ലാത്ത മറ്റൊരാളിന്റെ കുറ്റം പറയാനാണ് പൊതുവേ താല്പര്യപ്പെടുക. വിമർശനവും തെറ്റ് ചൂണ്ടിക്കാണിക്കലും ഒന്നും പെശകല്ല. പക്ഷെ അപവാദം പറയുക, പരദൂഷണം പറയുക എന്നുള്ളത് മാന്യന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. ഒരുപക്ഷെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ പൊതുവെ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതം നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. എന്നാൽ എത്രയോ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കാം. എങ്കിലും ഇങ്ങനെയാണ് നമ്മുടെ പൊതു സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മാന്യന്മാരാകാം, വലിയ വലിയ മഹത്തുക്കളായില്ലെങ്കിൽ കൂടെയും നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ഇടയിലെങ്കിലും അസാമാന്യത പുലർത്താൻ ഇടവരട്ടെ. ദൈവം എല്ലാവർക്കും നന്മയുണ്ടാക്കട്ടെ. ഇന്നത്തെ ഈ ഖുറൽ പാഠത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട നയനാർ സാർ, ഓമന ടീച്ചർ, സാബു സാർ, ശ്രീകുമാരി മാം, ജോർജ് സാർ എന്നിവരെല്ലാം പ്രത്യേകമായി നന്ദിയോടെ സ്മരിക്കുന്നു. ഒപ്പം ഇന്ന് ഇത് കേൾക്കാൻ എത്തിച്ചേർന്ന സുമനസ്സുകൾക്ക് എല്ലാവരുടെ പേരിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Verse 980. Greatness covers mistakes of others. Meanness points out mistakes of others alone. This aspect of couplet 980 is beautifully mirrored in the traditional Puranic narrative associated with the Bhrigu Upanishad, where sage Bhriju sets out to test the emotional maturity of the Divine Trinity.
when Brigu aggressively kicked Lord Vishnu on the chest to provoke him, a lesser mean-spirited mind would have immediately focused on the offense and retaliated in anger. Instead, exhibiting supreme greatness, Vishnu completely overlooked the assault and gently massaged the sage's foot, expressing concern that Brigu might have hurt himself against his hard chest. Rather than pointing out the blatant disrespect, Vishnu's magnanimous heart completely absorbed and covered the mistake with pure compassion. This profound reaction instantly dissolved Brigu's pride, forcing him to recognize that true divinity and greatness lie in shielding the flaws of others rather than exposing them. By choosing grace over retaliation, Vishnu perfectly demonstrated that a noble soul naturally magnifies goodness while letting the errors of others fade away unnoticed. The Tirukural beautifully establishes that true dignity is not an external ornament of birth, wealth, or power, but an internal fortress built upon unyielding moral character. Through chapter 98, Thiruvalluvar reminds us that a life lived without a steadfast conscience is empty. No matter how high one's social standing may be. Genuine greatness shines brightest when we maintain our integrity in the face of adversity and shield the flaws of others with compassion rather than contempt. Ultimately, the text teaches that preserving our self respect and honoring the humanity in others is the highest duty we can perform. Dignity, in the vision of the Quran, is the quiet, unbreakable grace of a noble soul that remains unshaken by the shifting tides of the world. The fortress within. The crown may fade, the golden thrones decay, and worldly titles swiftly drift away. But noble minds retain their steady light by walking softly in the path of right. No height is true where inner grace is dead. No valley low where virtue lifts its head. For dignity is not what wealth can buy, but how we live and how we lift the high. I am deeply grateful to Sabu sir for his guidance and leadership, which provided the vital encouragement needed to make this meaningful exploration of values possible. My sincere thanks go to all the active participants, Nayanar sir, Joshi sir, George sir, Srikumari ma'am, whose insightful engagement and shared reflections breathed life into these timeless teachings. I extend my heartfelt gratitude to the viewers for lending their time and silent attention, creating a supportive space for this message of dignity and human connection to thrive. Thank you all. ഓക്കെ, താങ്ക് യു മാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ശാന്തിമാം വന്നിട്ടുണ്ട്, തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വരാതിരുന്നത്. ശാന്തിമാം നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. മോഹൻദാസ് സാർ, അടുത്ത ആഴ്ച എങ്ങനെയാണ്? അതായത് ഈ ഇന്നത്തെ ചാപ്റ്റർ 98 പറയുന്ന മഹത്വം,
അതോടൊപ്പം പ്രാധാന്യമുള്ളവയും അതിന് മാറ്റുകൂട്ടുന്നവയും അത്രേ വിവിധങ്ങളായ ശ്രേഷ്ഠ ഗുണങ്ങൾ. അതായത് അടുത്ത ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് സദ്ഗുണങ്ങൾ. ഒന്ന് ശാന്താന്മയ, മഹാമനസ്കത. ഈ മഹത്വമുള്ളവർക്ക് മഹാമനസ്കത ഉണ്ടാവൂ എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. മാഗ്നാനിമിറ്റി എന്നാണ് കവി പറഞ്ഞത്. അതിന്റെ അടുത്ത ചാപ്റ്റർ വരുന്നത് സംസ്കാരം. അപ്പൊ നമ്മുടെ 100ാമത്തെ ചാപ്റ്റർ വരുന്നത് സംസ്കാരത്തെ കുറിച്ചാണ്. മഹത്വന്മാർക്കും സദ്ഗുണങ്ങൾ ചേർന്നും ലോകജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇണങ്ങിയും അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അതിന് യോജിച്ച വിധത്തിലും ആവുന്നത്ര എളിമയോടെയും ജീവിക്കുന്നതിനെയാണ് സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന സംസ്കാരത്തിന്റെ വിഭിന്നമായ ഒരു അർത്ഥമാണ് തിരുവള്ളുവർ 100ാമത്തെ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ചയിലെ മഹാമനസ്കത, മെഗ്നാനിമിറ്റി, ശാന്താന്മയ ആണ്. ഇനിയും 2 ചാപ്റ്ററുകൾ 100ലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് വളരെ ഒരു നല്ല രീതിക്ക് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശാന്തിമാം ഇതിൽ വന്നിട്ടുണ്ട്. അവർക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് ക്ലാസ് എടുക്കാത്തത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. സുധാകരൻ, ഡോക്ടർ പത്മാമാം. ഡോക്ടറും പത്മാമൊക്കെ ഉണ്ട്. നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു വിഷയമാണ് പറഞ്ഞത്. ഓക്കെ, ജോഷ് സാർ എന്തെങ്കിലും പറയുന്നു? അഡ്മിറ്റ് ചെയ്യും സാറെ, കേൾക്കുന്നില്ല. ജോഷ് സാറെ കേൾക്കുന്നില്ല, അഡ്മിറ്റ് ചെയ്യും. അല്ല, എനിക്കൊന്നും പറയാനില്ല. മറ്റേ കേൾവിക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ. അവരുടെ ചോദിച്ചായിരുന്നു, മഴയൊക്കെ ആയത് കാരണം ഓരോരോ പരിപാടിയിലായി. ഓക്കെ, അപ്പൊ മോഹൻദാസ് സാർ നമുക്ക് അതിന്റെ അല്ലേ? ഓക്കെ, കൃത്യം 1 മണിക്കൂർ കൊണ്ട് അതെ, 4 മിനിറ്റ് ഉണ്ട് നമ്മുടെ. ഓക്കെ. അപ്പം അമ്മന ടീച്ചർ, പത്മാമാം, സുധാകരൻ ഡോക്ടർ, ജോർജ് സാർ എന്താ പറയുന്നു? ജോർജ് സാർ പറയും. താങ്ക് യു സർ. ഞാൻ മദറിനിലേക്ക് സുഖമില്ലാതെ അവിടെ പോയേക്കുമായിരുന്നു. അവിടെ പോയിട്ട് വരാൻ ഇത്തിരി വൈകിപ്പോയി. വളരെ എന്താ പറയണേ, ഓടിച്ചു പിടിച്ച് ഒന്ന് എത്തിക്കയറുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. നല്ല മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? മഴയുണ്ട്, എല്ലാവർക്കും നല്ല കാലാവസ്ഥ. മഴയില്ലാത്ത ഒരാള് ചൈനയ്ക്ക് പോയിരിക്കുക. സാറാ? അതെ അതെ. അവിടെ ഇടയ്ക്കൊക്കെ വലിയ പേമാരിയും പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്.